എറണാകുളം ജില്ലാ ജയിലിന്റെ വനിതാ ബ്ലോക്കിലാണ് ഞാനുള്ളത്. ശരിക്കും ചപ്പാത്തി ഭയങ്കര ഫേമസ് ആയിരുന്നു. ചപ്പാത്തിക്ക് പുറമെ സാനിറ്ററി നാപ്കിൻ നിർമ്മാണത്തിലേക്ക് ജയിലുകൾ കടന്നു വരികയാണ്. ചപ്പാത്തി വിപണിയിലേക്ക് വന്നപ്പോൾ ചെറിയ പൈസക്ക് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതേപോലെ ഇതും ചെറിയ എമൗണ്ടിന് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പൊതുജന സേവനവും കൂടി ഇതിന്റെ പിന്നിലുണ്ട്. നാപ്കിൻ ഉണ്ടാക്കാം, ആ നിർമ്മാണത്തിലേക്ക് വരാൻ സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യ വസ്തുവാണല്ലോ നാപ്കിൻ. ജയിലിലെ ആവശ്യത്തിനെന്നുള്ള അർത്ഥത്തിലാണ് തുടക്കം. തുടങ്ങിയേക്കണ കേരളത്തിലെ ജില്ലാ ജയിലിലെ ആദ്യത്തെ സംരംഭം. ഇവിടെ നമ്മുടെ ആവശ്യത്തിനല്ലാതെ പുറത്തു കൊടുക്കാൻ സ്ത്രീകളുടെ ആവശ്യം കഴിഞ്ഞും ജില്ലാ ജയിൽ ചപ്പാത്തി കൗണ്ടറുകൾ ഉണ്ടല്ലോ, അപ്പൊ അതുവഴിയും വിൽക്കണം എന്നൊക്കെ ലക്ഷ്യമുണ്ട്. സപ്ലൈകോയ്ക്ക് നമുക്ക് ഇനി കൊടുക്കാൻ പറ്റും. അത് ഭാവിയിൽ തീരും, അങ്ങനെയൊക്കെ വിചാരമുണ്ട്. ഇത് വളരെ ഹൈജീനിക് ആയിട്ടാണ്, ശ്രദ്ധിച്ചും ഗ്ലൗസ് എല്ലാം യൂസ് ചെയ്ത്. നമുക്കിപ്പം അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് ആയിട്ടുള്ള ശോഭ മാം ഉണ്ട്. ഹായ്, നമസ്കാരം മാം. നമസ്കാരം സർ. ഇത് ശരിക്കും യൂണിറ്റ് ഓക്കെ ആയോ, അത് ഫുൾ ഓൺ ആയോ? യൂണിറ്റ് ഓക്കെയാണ്. മാർച്ച് 10 ആയിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്ക്, നമ്മുടെ DGP, പ്രമുഖ വ്യക്തികൾ എല്ലാവരും ചേർന്നിട്ടാണ് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാപ്കിൻ ഉണ്ടാക്കാം എന്നുള്ളത് ആ നിർമ്മാണത്തിലേക്ക് വരാൻ സ്ത്രീകൾക്ക് ഏറ്റവും ആവശ്യ വസ്തുവാണല്ലോ നാപ്കിൻ. ജയിലുകളിൽ പൊതുവെ നാപ്കിൻ പ്രൈവറ്റ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്നത് സപ്ലൈകോ വഴിയാണ്. ഇപ്പം ജയിലിലെ ആവശ്യത്തിനെന്നുള്ള അർത്ഥത്തിലാണ് തുടക്കം അല്ലേ? അത് നമ്മൾ ജില്ലാ ജയിലിൽ മാത്രം ഉള്ളതാണോ ഇപ്പം ഈ തുടങ്ങിയേക്കണ കേരളത്തിലെ ജില്ലാ ജയിലിലെ ആദ്യത്തെ സംരംഭമാണ്. മറ്റു ജയിലുകളിലേക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതായത് വനിതാ ജയിലുകൾ കണ്ണൂര്, തിരുവനന്തപുരം, തൃശ്ശൂർ, ഇവിടെയൊക്കെ ഒത്തിരി സ്ത്രീകൾ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ അവർക്കെല്ലാം ഇത് ഒരു എസെൻഷ്യൽ നീഡാണ്. അല്ല, ഇവിടെ നമ്മുടെ ആവശ്യത്തിനല്ലാതെ പുറത്തു കൊടുക്കാൻ ജില്ലാ ജയിലുകളിലെല്ലാം വനിതാ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ അവിടെ സ്ത്രീ തടവുകാരുണ്ട്. പിന്നെ സ്ത്രീകളുടെ ആവശ്യം കഴിഞ്ഞും ജില്ലാ ജയിൽ ചപ്പാത്തി കൗണ്ടറുകൾ ഉണ്ടല്ലോ, അപ്പൊ അതുവഴിയും വിൽക്കണം എന്നൊക്കെ ലക്ഷ്യമുണ്ട്. ഇപ്പൊ തുടക്കം മാത്രമാണല്ലോ, 3 മാസം ട്രെയിനിങ്ങുമാണ്. ട്രെയിനർ ഉണ്ട്. അപ്പൊ ട്രെയിനറുടെ ആ ഒരു കോച്ചിങ് അനുസരിച്ചാണ് സ്ത്രീകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2500 നാപ്കിനോളം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ളത് എത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കി കഴിയും? അല്ല, അത് ഇപ്പൊ ഒരു ദിവസം ഒരു 200 മിനിമം ട്രെയിനിങ് ആയിട്ട് പോലും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുൾ യൂണിറ്റ് ഓൺ ആവുന്നതോടുകൂടി ഇതിനേക്കാളും നല്ല നമ്പർ ഉത്പാദിപ്പിക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ട്രെയിനിങ്ങിൽ ഈ ആരംഭത്തിൽ പോലും, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പോലും 200 എണ്ണം ഒരു ദിവസം ചെയ്യുന്നുണ്ട്. ചപ്പാത്തി വിപണിയിലേക്ക് വന്നപ്പോ ചപ്പാത്തിയും ചിക്കനും ഒക്കെ ഭയങ്കര ഫേമസ് ആയി മാറി. ചെറിയ പൈസക്ക് നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതേപോലെ ഇതും ചെറിയ എമൗണ്ടിന് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പൊതുജന സേവനവും കൂടി ഇതിന്റെ പിന്നിലുണ്ട്, ലക്ഷ്യമുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇപ്പോൾ ഇതിലെ ഫണ്ട് വിനിയോഗിച്ച് വ്യൂമറിക് ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ മെഷീൻ, ഇതിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഒരു സ്പോൺസേഴ്സ്. ഇനി ഭാവിയിൽ ഇത് പൊതുജനങ്ങൾക്കും കൂടി ഉപകാരപ്രദമായ രീതിയിൽ വിനിയോഗിക്കണം എന്നാണ് ലക്ഷ്യം. ഇത് കേരളത്തിലെ ആദ്യത്തെ സംരംഭം ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ എന്താണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് അറിയാൻ ആകാംക്ഷയിലാണ്. ഈ സാനിറ്ററി പാഡ് എന്ന് പറയുന്നത് ഒരുപാട് കാശ് ചിലവാക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് കാശ് ചിലവാകുന്നില്ലെങ്കിൽ കുടുംബത്തിന്റെ ബഡ്ജറ്റ് തന്നെ ബാധിക്കുന്ന രീതിയിലാണ്. വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.